ഹലോ 12th മാച്ചിലേക്കും വീണ്ടും സ്വാഗതം. ഈ ഒരു മാച്ച് നമ്മുടെ ഹൈദരാബാദ് FC-ക്കെതിരെ നമ്മുടെ ഹോമിൽ വെച്ച് നടന്ന മാച്ചിൻ്റെ ഒരു പോസ്റ്റ് മാച്ച് ടോക്കാണ്. സോ ഈ ഒരു മാച്ചിൽ പല പോസിറ്റീവും പല നെഗറ്റീവും നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കെന്തായാലും നെഗറ്റീവ് പറഞ്ഞു തുടങ്ങാം, കാരണം പോസിറ്റീവ് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നെഗറ്റീവിൽ ഒന്നാമത്തെ കാര്യം റഫറിങ് സിസ്റ്റം. ഇന്ത്യൻ റഫറീസ് എന്താണ്, ആരാണ് ഇവരൊക്കെ സെലക്ട് ചെയ്ത് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനുള്ള അതായത് എടുക്കുന്ന ഡിസിഷൻസൊക്കെ വെറും ഫ്ലോപ്പാണ്. കാരണം ഹോർമയുടെ വയറിൽ തട്ടിയ ബോൾ ഹാൻഡ് ബോളാണ്, അത് ഫൗളാണ്, പോരാത്തിന് യെല്ലോ കാർഡ് കൊടുക്കണു, എന്തൊക്കെയോ ചെയ്യുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരെയുള്ള പോലെയാണ് പല സമയത്തും ആ ഒരു മാച്ച് കണ്ട ആർക്കും തോന്നിയിട്ടുണ്ടാവുക. പിന്നെ എനിക്ക് ഒരു നെഗറ്റീവായി എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഐമനെ 30ാമത്തെ മിനിറ്റിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കാരണം അതിന് ശേഷം ഫ്രെഡിയാണ് വന്നിട്ടുള്ളത്. ഫ്രെഡിയുടെ ഒരു പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഡിഫെൻസീവ് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കണതുകൊണ്ട് തന്നെ ഐമനെ മാറ്റി ഫ്രെഡിയെ കൊണ്ടുവന്ന് എനിക്ക് അത്രയും ഒരു ഇത് തോന്നിയില്ല. ബട്ട് ഫ്രെഡിയും ആ ഒരു അറ്റാക്കിംഗ് ഭാഗത്തേക്ക് പോണത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മൾ പണ്ടൊക്കെ ജീക്സിന് പകരമായിരുന്നു ഫ്രെഡീനെ ഇറക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വിഷയം നോക്കുമ്പോൾ എനിക്കത്ര ഗുണമായിട്ട് തോന്നിയില്ല ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ റഫറിങ് സിസ്റ്റം തന്നെയാണ്. അത് നമ്മുടെ ബോക്സിൽ നമുക്ക് 2 ചാൻസ് ക്ലിയർ പെനാൾട്ടി കിട്ടണ്ടായിരുന്നു, 2 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വൈ അതാണ് ചോദിക്കുന്നത്, വൈ അതെന്താ കിട്ടാഞ്ഞത്? മറ്റേത് പെനാൽറ്റിയും കൂടി അല്ലാഞ്ഞിട്ട് ഹോർമിബാം രണ്ട് ക്ലീൻ ടാക്കിൾസിന് ശേഷം ആ രണ്ടാമത്തെ ടാക്കിള് ഒരു ഹാൻഡ് ബോൾ ഓർ ഫൗൾ, 2 ഏതാണെന്ന് റഫറിക്ക് പോലും പറയാനുള്ളൊരു ഇതില്ല. കാരണം പെനാൽറ്റി ആണ്, ബട്ട് അതിൻ്റെ റീസൺ നമുക്ക് ഇതുവരെ പ്രോപ്പറായിട്ട് കിട്ടില്ല. ഹാൻഡ് ബോൾ ആണെന്നാണ് തോന്നുന്നത്. കാരണം ആ ഒരു കൈ വെച്ചിട്ട് ഒന്നുകിൽ പ്ലെയറിനെ ഫൗൾ ചെയ്യാനോ അല്ലെങ്കിൽ ബോളിൽ തട്ടി കാരണം കൊണ്ടായിരിക്കണം വിളിച്ചത്. ആൻഡ് യെല്ലോ കാർഡും കൊടുത്തു. എന്തിനാണ് ആ യെല്ലോ കാർഡിൻ്റെ ആവശ്യം? എന്തായാലും ഈ മാച്ചിൻ്റെ ഒരു പോസിറ്റീവ് ഭാഗത്തേക്ക് വരാം. കൗറവ് സിംഗ്, മൈ മാൻ, ഒരു 17 വയസ്സുകാരനാണ് കളിച്ചത്. ഒരു ഫസ്റ്റ് അസിസ്റ്റ്, അതോടെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ റെക്കോർഡും കൂടി കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും വയസ്സ് കുറഞ്ഞ, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അസിസ്റ്റ് നൽകുന്നൊരു പ്ലെയർ എന്നൊരു റെക്കോർഡും കൂടിയും ബ്ലാസ്റ്റേഴ്സിനും പിന്നെ കൗറവ് സിംഗിനും കിട്ടിയിരിക്കുകയാണ്. കൂറോവിനെ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂറോ കളിക്കണ നേരത്ത് ലൂണായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അത് നല്ല രസമായിട്ട് അവർ കളിക്കുന്നുണ്ട്. നല്ല രീതിക്ക് 1-1 ആയാലും അതോടെ തന്നെയാണ് ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നത്, ഹേസൂസിൻ്റെ ആ ഒരു ഗോള്. നൈസ് പ്ലേയിങ് ആണ് ഗൗറവിൻ്റെയും ലൂണയുടെയും. ബട്ട് ഹേസൂസായിട്ട് അത്ര ഒരു പ്രോപ്പർ ഗെയിം വരണമില്ല. എന്തായാലും വരാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ഗൗറവ് സിംഗ്. ഗൗറവ് എന്തായാലും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നല്ല രീതിക്ക് തന്നെ ഒരു അറ്റാക്കിംഗ് ഭാഗത്ത് പിന്നെ പതിയെ ഗൗറവിനെ മാറ്റിയിട്ട് രാഹുലിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹേസൂസിൻ്റെ പെർഫോമൻസ് 5 കൺസിക്യൂട്ടീവ് മാച്ചസിനും ഹേസൂസ് സ്കോർ ചെയ്തു എന്നുള്ളൊരു വലിയൊരു പോസിറ്റീവ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഹേസൂസിന് ഒരു ഫിസിക്കില്ല എന്നുള്ളൂ, ബട്ട് കിട്ടുന്ന ചാൻസസ് എങ്ങനെയൊക്കെ വാല്യുബിളായിട്ട് ഉപയോഗിക്കണം എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു സെൻസ് ഹേസൂസിനുണ്ട്. കൂടുതൽ ഫിസിക്ക് കളിച്ചിട്ടല്ലച്ചാലും ആ ഒരു ഫിസിക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഹേസൂസ് ബെസ്റ്റ് സ്ട്രൈക്കർ ആവും എന്തായാലും. ഗോൾഡൻ ബൂട്ട് റേസിലേക്ക് ഒന്നും കൂടി ഉണർന്നു കഴിഞ്ഞാൽ ഹേസൂസിന് കിട്ടാനുള്ളതേ ഉള്ളൂ. ബട്ട് ടീമിൻ്റെ പെർഫോമൻസും കൂടി ആ ഒരു റേഞ്ചിക്ക്, ആ ഒരു ലെവലിലേക്ക് എത്തിയ കഴിഞ്ഞാൽ മാത്രമാണ് ഹേസൂസിന് അത് നേടാൻ പറ്റുള്ളൂ. പിന്നത്തെ ഒരു പോസിറ്റീവ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നോവ സദോയി സെക്കൻഡ് ഹാഫിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ മിനിറ്റിലേക്ക്, അതായത് നോവ സദോയിനെ ഇറക്കാണ്ട് പറ്റില്ല എന്ന് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫിൽ തന്നെ കോയിഫിനെ മാറ്റി നോവ സദോയിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ മുമ്പേ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഒരു തോൽവിയിലൂടെയാണ് അത് നിർത്താൻ പറ്റിയുള്ളൂ. എങ്ങനെയായാലും ഈ ഒരു ബ്രേക്കിന് ശേഷം നമ്മുടെ ടീമിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ മുൻപിലോ എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. ആദ്യം അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. കാരണം നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടാബ് വഴിയാവും അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.